എല്ലാവർക്കും നമസ്കാരം. സുബ്രഹ്മണ്യസ്വാമിയിലും നാരായണനിലും തെങ്ങെഴുത്ത് മഹാദേവനെയും പഞ്ചഭൂതങ്ങളെയും എൻ്റെ മാതാപിതാക്കളെയും വണങ്ങിക്കൊണ്ട് എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഭരണി നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഭരണി നക്ഷത്രം കാലചക്ര സ്ഥിതികളിൽ മേടം എന്ന് പറയുന്ന രാശിയിൽ നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായി സ്ഥിതി ചെയ്യുന്നു. ഭരണി നക്ഷത്രം ശുക്രൻ്റെ നക്ഷത്രമാണ്. ചൊവ്വയുടെ വീട്ടിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് ആണുങ്ങളാണെങ്കിൽ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകമായ കരുതലും സപ്പോർട്ട് ഇവർക്കുണ്ടാവും. വീട്ടിലെ സ്ത്രീകളുടെ മേലെ ഇവർക്ക് വളരെയേറെ ശ്രദ്ധയുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭവനങ്ങളിൽ ഓവറായിട്ടുള്ള കെയർ കൊണ്ട് ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിലും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോകണം, മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചു പോകണം എന്നൊക്കെ ഇവർ ഭയങ്കര നിർബന്ധമായിരിക്കും. ഭരണിയുടെ ദേവത യമധർമ്മ രാജനാണ്. അപ്പോൾ എന്ത് പറ്റും? നീതിക്ക് വേണ്ടി പൊരുതും, നേർമ, ധർമ്മചിന്ത, അഭിമാനം, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയും ഇതിന് വിരുദ്ധമായിരിക്കുന്ന പല അനുഭവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഇവർ പ്രതികരിക്കും. അതുകൊണ്ട് എന്താ പറ്റുക? പല വ്യക്തികളെയും ഇവർ ശത്രുക്കളാക്കി തീർക്കും. ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷമസ്ഥിതി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് വലിയ പാടായിരിക്കും. ഉള്ളിൽ തീ പോലെയുള്ള പ്രയാസങ്ങളായിരിക്കും ഇവർക്കുണ്ടാവുക. പക്ഷേ ഇവരത് പെട്ടെന്നൊന്നും പ്രകടിപ്പിക്കത്തില്ല. കോപം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കരമായിട്ട് ഇവർ കോപം, അതുപോലെ തന്നെ ശമിക്കുകയും ചെയ്യും. നല്ല വേഗതയായിരിക്കും. എന്ത് കാര്യം വേഗത്തിൽ ചെയ്യാനും വളരെ കലാപരമായിട്ട് ചെയ്യാനൊക്കെ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും. തത്വചിന്തകൾ ഇവർക്കുണ്ടാകും. പിന്നെ കൂടെ താൻ 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 എന്നുള്ള ഒരു ഭാവം, ഒരു അഹന്ത സ്വഭാവം പൊതുവെ ഇവർക്ക് കാണാറുണ്ട്. ഫയർ, തീയാണ്. നാക്ക്, ഇതൊക്കെ ഭരണിയുടെ സിമ്പലാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവരുടെ നാവിലൂടെ ഫയർ ഉണ്ടാവും, തീ ഉണ്ടാവും. അതായത് ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് പെയിൻ തരും, പൊള്ളിക്കുന്ന വാക്കുകൾ ഇവർക്ക് പറയും. അതുകൊണ്ട് തന്നെയും പല വ്യക്തികളും ഇവർക്ക് എതിരായി തീരാനുള്ള സാഹചര്യങ്ങളും വരും. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യത്തില്ല, അതുകൊണ്ട് എന്നെ ആരും ദ്രോഹിക്കാൻ വരരുത് എന്നുള്ള ചിന്തയുണ്ടാകും. അഥവാ ഇവരെ ആരെയെങ്കിലും ദ്രോഹിച്ചാൽ പിന്നെ അവരുടെ കാര്യം പോക്കാം. ഏത് രീതിയിലും ഇവർ അവരെ ബുദ്ധിമുട്ടിക്കും. വാക്കുകൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണേലും പ്രവൃത്തി കൊണ്ടാണേലും ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഇവർ മറ്റുള്ളവരോട് പറയുന്നതാകാം, അവരെ കേൾപ്പിച്ച് തന്നെ പറയുന്നതാകാം, അവർക്ക് ഈ നക്ഷത്രക്കാർ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇവർക്ക് തീപ്പൊള്ളലേക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്ത്രീകൾക്കാണെങ്കിലും പാചക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അഗ്നിഭയം ഉണ്ടാകാം. ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ സൈലൻസറൊക്കെ കൊണ്ട് ചിലപ്പോൾ പൊള്ളലേക്കാം. വീട്ടിലൊക്കെയുള്ള മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം വീഴുക, ഷോക്കടിക്കുക പോലെയുള്ള വിഷയങ്ങൾ ഇവർക്ക് പറയാവുന്നതാണ്. ത്രില്ലിംഗ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട്, സാഹസികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇവർക്ക് ഒരു മര്യാദ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ട്. ഇവരെ എപ്പോഴും ബഹുമാനിക്കണം. ഇവരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വലിയ താല്പര്യമാണ്, ഇഷ്ടമാണ്. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഇവരെന്തും ചെയ്യും. പൈസ വേണോ? നിനക്ക് എന്താ വേണ്ടേ? എത്ര രൂപ വേണ്ടേ? തന്നേക്കാം. ആ സെക്കൻഡ് ഇവരത് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. പിന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ചൊവ്വ ബ്ലഡ്,
ശുക്രൻ നക്ഷത്രമായതുകൊണ്ട് ഇവരുടെ ഹോർമോൺസിൻ്റെ ഗ്രഹമാണ് ശുക്രൻ. ചന്ദ്രൻ്റെ ശാപം ഉള്ളതുകൊണ്ട് ചന്ദ്രനുമായിട്ടും കണക്റ്റഡാണ്. അപ്പോൾ ചന്ദ്രൻ മനോകാരകനായതുകൊണ്ട് ഇവർക്ക് എപ്പോഴും മനഃപ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചൊവ്വ ബ്ലഡിൻ്റെ കാരകനായതുകൊണ്ട് ബ്ലഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബ്ലഡ് റിലേഷൻഷിപ്പിൽ പെടുന്ന ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ, ഇതൊക്കെ ഇവർക്ക് പറയേണ്ടതായിട്ട് വരും. ഇവർക്ക് വീട് പ്രശ്നം വരും, ഇടം, താമസിക്കുന്ന സ്ഥലം, നിലം, വാഹനം, ഇതൊക്കെ ഇവർക്കൊരു പ്രോബ്ലംസ് സൃഷ്ടിക്കും. നല്ലൊരു വീട് വെക്കുന്നതിന് ബുദ്ധിമുട്ട് വരും, ഭൂമി വാങ്ങുന്നതിന് ബുദ്ധിമുട്ട് വരും, വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പല കാര്യങ്ങളും നല്ല രീതിയിൽ തുടങ്ങിയിട്ട് വളരെ 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 വലുതായ രീതിയിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് തുടങ്ങി വെച്ചിട്ട് ഇവരത് ഇടയ്ക്ക് വെച്ച് മുടക്കിക്കളയുവാനുള്ള സാഹചര്യം ഇവരുടെ ലൈഫിൽ വരും. എല്ലാ കുടുംബാംഗങ്ങളും വേണമെന്ന് ഇവർ വിചാരിക്കും. എല്ലാവരെയും തിരക്കും. മൊബൈലുണ്ടെങ്കിൽ അവരെ വിളിച്ച് അച്ഛന് സുഖമാണോ, അമ്മയ്ക്ക് സുഖമാണോ, അമ്മാവന് സുഖമാണോ, എല്ലാം തിരക്കും. പക്ഷേ അവരുമായിട്ടൊക്കെ തന്നെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇവർ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് വളരെ മിടുക്കന്മാരാണ്. ഇവരെ ഒരു കാര്യം അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് കറക്റ്റായ രീതിയിൽ മാനേജ് ചെയ്ത് റെഡിയാക്കും. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം ഇവർക്ക് അതിൽ നിന്നൊരു പ്രശ്നം വരും. ഒരു കല്യാണ വീട്ടിൽ ചെന്നെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരു മുൻപന്തിയിൽ നിന്ന് ഇടപെടും. ലാസ്റ്റ് മൊമെൻറ്റ് ചില വാക്കിൻ്റെ പുറത്ത് ഇവർ അവരുമായിട്ട് പിണങ്ങേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു പ്രശ്നങ്ങളാണ്. പിന്നെ ഇവരുടെ ഭവനത്തിൽ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിൽ ഇവരെ പട്ടി അടിക്കാനുള്ള സാധ്യതകൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലുള്ള ആരെയെങ്കിലും, കുടുംബത്തുള്ള ആരെയെങ്കിലും നായയുടെ കയ്യിൽ നിന്നുള്ള ഒരു ഉപദ്രവം കിട്ടാനുള്ള സാഹചര്യം ഇവർക്ക് വരും. ഇവരുടെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ ഭാരം മുഴുവൻ ഇവരുടെ ചുമലിലേക്ക് വരും. അതായത് ഒരു തൂണാണ് ഇവർ. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ ചുമലിലേക്ക് വരും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഗർഭസംബന്ധമായിട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതകൾ, ഈ കുടല് ചുറ്റി പുറത്തേക്ക് വരുന്ന കുട്ടികൾ, ഗർഭപ്രശ്നത്തിൽ പിറക്കുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ട്. പിന്നെ ഇവരൊക്കെ ആണെങ്കിലും കുട്ടികളെപ്പറ്റി നല്ലപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഭാവി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും, അവരുടെ വളർച്ചകളെപ്പറ്റി ഇവർ ചിന്തിക്കും. എന്നാൽ അവരെപ്പറ്റി ഇവർ വെറുത്തും പറയും. കർക്കശമായ രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ കുട്ടികളെ ഇവർ പറയുവാനുള്ള സാഹചര്യങ്ങൾ വരും. ആണുങ്ങൾ ഇമോഷനായിട്ട് ഉള്ള ആൾക്കാരാണ് ഇവർ കരഞ്ഞാൽ പിന്നെ നിൽക്കില്ല, പൊട്ടിക്കരയും. എന്നാൽ ഇവർ അങ്ങനെയൊന്നും വേഗങ്ങൾ കരയത്തില്ല. ഇവർക്ക് അമ്മമാരുടെ മേൽ ഇവർക്ക് നല്ല കരുതലും ഉണ്ടാവും, എന്നാൽ വെറുപ്പും ഉണ്ടാവും. മാതാവിൽ നിന്നൊക്കെയുള്ള ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ചെറുപ്പകാലത്തൊക്കെയാണ് ഇവർക്ക് ചില കണ്ണിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കണ്ണിന് ബുദ്ധിമുട്ടുകൾ, കൺപ്രശ്നങ്ങൾ പോലെയുള്ള, കണ്ണിന് കുരു വരിക പോലെയുള്ള വിഷയങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. സ്കിൻ പ്രോബ്ലംസുകൾ, പല്ലിന് പ്രോബ്ലംസുകൾ, ഇതൊക്കെ ഇവർക്ക് വരാൻ സാഹചര്യം ഉണ്ടാവും. ഇവരോട് ആരെങ്കിലും ഇവർക്കൊരു ഉപകാരം ചെയ്താൽ, നല്ലത് ചെയ്താൽ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് ഇവർ മടക്കി കൊടുക്കണമെന്ന് നല്ല ബോധമുള്ള ആൾക്കാരാണ്. അങ്ങനെ അവർ ചെയ്യുകയും ചെയ്യും. ആത്മീയ മേഖലകളിലൊക്കെ നല്ല അറിവും ജ്ഞാനവും ആ വഴിക്ക് പോകണമെന്നൊക്കെ ഇവർക്ക് ഉള്ളിൽ നല്ല ചിന്തയുണ്ടാവും. ഒന്നുകിൽ ഇവർ വീട്ടിലുണ്ടെങ്കിൽ സ്വർഗമായിരിക്കും. ഇവർക്ക് ഗുണപ്രദമായിട്ടാണ് ഇവരുടെ ജാതകമെങ്കിൽ അവരുടെ വീട് സ്വർഗമായിരിക്കും. എന്നാൽ ഇവർക്ക് ദോഷമാകുന്ന ജാതകമാണ്, ഗുണമില്ലാത്ത ജാതകങ്ങളാണെങ്കിൽ നരകപൂർണമാകുന്ന ഒരവസ്ഥയായിരിക്കും ഇവർ വീട്ടിലുണ്ടെങ്കിൽ. ഇവരുടെ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ, ഭാര്യയാകാം, മക്കളാകാം, അച്ഛനാകാം, അമ്മയാകാം, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ ക്ലേശ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഭരണി നക്ഷത്രം
യമധർമ്മരാജൻ്റെ നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണ് യമധർമ്മരാജൻ. അപ്പോൾ ആ ധർമ്മരാജൻ്റെ ഊർജം ഉള്ള വീട്ടിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നേരെ കണക്ട് ചെയ്ത് യമധർമ്മരാജൻ്റെ പക്ഷത്തേക്ക് പോകും. പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അന്നേരം തന്നെ കിട്ടും അടി. ഇവർക്ക് വസ്ത്രങ്ങളൊക്കെയും ദാനം ചെയ്യുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇവർക്ക് കടം ഒരു പ്രശ്നമായിരിക്കും. കടം മേടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കടം മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം. പെട്ടെന്നാണ് ഇവർ മറ്റൊരാളെ ശത്രുവാക്കുന്നത്. മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കുമെന്നോ എന്നൊന്നും ഇവർ ചിന്തിക്കത്തില്ല. ഉള്ള കാര്യം നല്ലതാണേലും ചീത്തതാണേലും ഇവർ വെട്ടി തുറന്ന് പറയും. ആരോഗ്യം കൂടെ ഇവർക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കും. അലർജി പ്രശ്നങ്ങൾ, ഗ്യാസ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടൽ, കിഡ്നി പ്രോബ്ലംസുകൾ, വയറ് പ്രോബ്ലംസുകൾ, സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ മെൻസസ് പ്രോബ്ലംസ്, ഇടുപ്പ് പ്രോബ്ലംസുകൾ, ഇതൊക്കെ ഇവർക്ക് പ്രശ്നമായി തീരുവാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ട് ഇവർക്ക് മനപ്രയാസം വരും. സ്ത്രീകളാണെങ്കിൽ പുരുഷനെ കൊണ്ട് മനപ്രയാസം ഉണ്ടാവും. സ്വത്ത് വിഷ്യൂസുകൾ, അമ്മാവൻ വഴിയുള്ള ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. കഴിവതും ഇവർ മാതാവിനെ ബഹുമാനിക്കുക, അമ്മയെ പ്രീതിപ്പെടുത്തുക, ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അഗ്നി ഹോമങ്ങൾ ചെയ്യുക, വയസ്സിനനുസരിച്ചുള്ള ദീപങ്ങൾ കത്തിക്കുക. ഭരണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം നെല്ലിമരമാണ്. അതുകൊണ്ട് നെല്ലി പരിപാലിക്കുക, നെല്ലി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുക. ഇതൊക്കെ ഇവർക്ക് നല്ല ഒരു ഗുണത്തെ കൊടുക്കും. ഭരണി നക്ഷത്രത്തിൽപ്പെടുന്ന എല്ലാ ആളുകൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.